ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അതുപോലെ എൻ്റെ ഈ ചാനൽ അഫാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ കപ്പ എന്നാണ് പറയുക. അപ്പോൾ കിഴങ്ങ് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് വേവിക്കാൻ വെച്ച് കൊടുക്കാം. ഇത് അധികം മൂപ്പില്ലാത്ത കിഴങ്ങായതുകൊണ്ട് ഞാൻ പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്തിട്ടിട്ടുണ്ടായി. ഇനി ഇതിൽ വെള്ളമൊക്കെ വാർത്തിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിൽ നിന്ന് ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളൂ. ഈ കിഴങ്ങ് ഏകദേശം 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ മാറ്റി വെച്ചു. ഇത്രയും മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അടിഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട, ഒരൊത്ത രീതിയിൽ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിനുള്ള ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളക്ക് പകരം കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇതിലേക്ക് എരിവ് അനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമുണ്ടാവില്ല. ഇനി ഞാനിപ്പോൾ ഇതാ ഒരു കാസ്റ്ററിൻ്റെ ഓടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഫ്രൈ പാൻ ആണെങ്കിൽ അത് കുഴപ്പമില്ല. ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയ മുട്ട ഒഴിച്ച് കൊടുക്കാം. സിമ്മ് വളരെ കുറച്ചിട്ട് വെച്ച് കൊടുക്കണേ. ഇനി ഇതൊന്ന് ആറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കാം. ഇതുപോലെ ഒരുപാട് അങ്ങ് ഇളക്കി പൊട്ടിച്ച് കളയരുത്. ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി നമുക്ക് വലിയ വലിയ പീസാകുന്ന രീതിയിൽ എടുക്കാം. അങ്ങനെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കണം. അപ്പോൾ ഈ മുട്ടയുടെ ടേസ്റ്റ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഇനിയിപ്പോൾ 3 അല്ല 4 മുട്ടയൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം മാറ്റി വെച്ച് എടുത്തതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി 1/2 ടീസ്പൂണാണ് ഞാൻ കടുക് ഇട്ട് കൊടുത്തത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ 3-4 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഈ വറ്റൽ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോൾ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇത് വഴറ്റിയെടുക്കണ്ട, ഒന്ന് കടിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് 4 പച്ചമുളക് ചെറുത് ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ എരിവ് കുറച്ച് മതിയാണെങ്കിൽ എണ്ണം കുറച്ചെടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഈ മാറ്റി വെച്ച കിഴങ്ങിലേക്ക് ഈ ഉള്ളിയുടെ മസാല ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴുള്ള ആ നല്ല സ്മെല്ലെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇനി മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതും നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ മുട്ട അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. നമ്മൾ ആദ്യം വഴറ്റിയ ഉള്ളി അതുപോലെ വെന്തുടയാനേ പാടില്ല. കടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, അതും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. അതിനെ എല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ വൈകുന്നേരം ചൂട് കട്ടൻ ചായ ഉണ്ടാക്കി ഇത് ചൂടോടെ ഇട്ട് തിന്നുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ കട്ടൻ ചായയും ഈ കിഴങ്ങും മുട്ടയും അടിപൊളി കോമ്പിനേഷനായിരിക്കും. നമ്മളെപ്പോഴും കപ്പ ഉണ്ടാക്കുന്നത്, അതായത് കിഴങ്ങ് ഉണ്ടാക്കുന്നത് മീനും ബീഫും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ, ബീഫൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് ഒന്നിങ്ങനെയും കൂടി ഉണ്ടാക്കി വെക്കുക. അപ്പോൾ മുട്ടക്കപ്പ റെഡിയായി, എല്ലാവരും കഴിച്ച് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരെല്ലാം ഒന്ന് കമൻ്റ് അറിയിക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.